അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ല കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻ എപ്പോഴും ഇവർ എടുക്കുന്ന കാണാറുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ക്ഷമ വളരെ കുറവായിരിക്കും. അതും കൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളെ ഒരുപാട് വെറുപ്പുണ്ടാവും. എപ്പോഴും മുന്നോട്ട് പോകുന്നതും കൊണ്ടും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണതും കൊണ്ടും പല കാര്യത്തിലും നിങ്ങൾ പതറിപ്പോവാറുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവരെയും സഹായിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ സഹായിക്കുകയും ചെയ്യും. പക്ഷേ മറ്റുള്ളവരുടെ അപ്രിസിയേഷൻ നിങ്ങൾക്ക് പലപ്പോഴും കിട്ടാതാകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയി പോകും. അതുകൊണ്ട് ഞാൻ എന്തിനാ നിങ്ങളെ സഹായിക്കണേ എന്നൊരു വിചാരം നിങ്ങൾക്ക് എപ്പോഴും വരും. ഈ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് പലരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പലപ്പോഴും ഒറ്റപ്പെട്ടു പോയൊരു ഫീലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാവും, വരേണ്ട പൈസയൊന്നും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. പിന്നെ ഈ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സ്ട്രെസ് ഉണ്ടാവും, തലവേദന വരും, ഉറക്കക്കുറവ് എന്തായാലും ഉണ്ടാവും. കുറച്ച് ഡിപ്രഷൻ സ്റ്റേജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുമായിട്ട് ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് പാർട്ട്ണറെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, പാർട്ട്ണർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്ത് പറഞ്ഞാലും അവരുടെ തലയിലൊന്നും കയറില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ജോലിയിൽ എന്തായാലും കുറച്ച് സ്റ്റെബിലിറ്റി ഉണ്ടാവും. പക്ഷേ ഓഫീസിലെ പൊളിറ്റിക്സ്, ജലസ്, പാരവെപ്പ് ഇതൊക്കെ എന്തായാലും തുടർന്നും കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ കുറച്ച് സേഫ് ആയിരിക്കും. ന്യൂ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് തന്നെ അത് തരുന്നതും. അതുപോലെ IT എബ്രോഡ് മേഖലയിലുള്ളവർക്കെല്ലാം ഒരു അനുകൂല സാഹചര്യമാണ് കാണുന്നത്. ഗവൺമെന്റ് അല്ലെങ്കിൽ ഓഫീസ് സ്ഥാപനങ്ങളിലുള്ളവർക്കെല്ലാം പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ക്ഷമ കാണിക്കുക. ഓവർ കോൺഫിഡൻസ് കാണിക്കരുത്, എനിക്ക് ഇതെല്ലാം അറിയാമെന്നും കാണിക്കരുത്. കാരണം ആ ഓവർ കോൺഫിഡൻസ് കാരണം നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. റിസ്കി ഇൻവെസ്റ്റ്മെന്റ്, അത് ക്രിപ്റ്റോ, സ്പെക്കുലേഷൻ, ഇതെല്ലാം സെപ്റ്റംബർ മാസത്തിൽ ഒഴിവാക്കണം. അതുപോലെ കടബാധ്യത എന്തായാലും തീർക്കാനുള്ള അവസരം കിട്ടും. പക്ഷെ വേറെ EMI ഒക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും കുറച്ച് ഡിലേ ആവും. പക്ഷെ അല്ലാത്ത ഒരു കടങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ മാസത്തെ എക്സ്പെൻസ്, അതായത് ഈ ആഗസ്റ്റ് മാസത്തെ എക്സ്പെൻസ് എന്തായാലും നിങ്ങൾക്ക് സെപ്റ്റംബറിൽ കവർ ചെയ്യാൻ എന്തായാലും പറ്റും. സൈഡ് ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് സെപ്റ്റംബർ 21 ആവുമ്പോഴേക്കും ഒരു സ്ലോ സ്റ്റാർട്ട്, അതിൻ്റെ വേണ്ട ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു വാതിൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. അല്ലാണ്ട് അത് പെട്ടെന്ന് തന്നെ സക്സസ് ആവും, അത് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ആവും എന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെ എന്തായാലും ആവില്ല. ബിസിനസ്സുകാർക്ക് എന്തായാലും പുതിയ ക്ലയൻസുകൾ സെപ്റ്റംബറിൽ വരും. നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാണെങ്കിൽ കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂ എന്തായാലും ഉണ്ടാവും, ടെൻഷൻസും എന്തായാലും ഉണ്ടാവും. ഇമ്പോർട്ട്, എക്സ്പോർട്ട്, കൺസ്ട്രക്ഷൻ, ടെക്സ്റ്റൈൽ ബിസിനസ് ഇങ്ങനെയൊക്കെ ചെയ്യണവർക്ക് എന്തായാലും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് സെപ്റ്റംബറിൽ കാണുക. ഈ ഇമ്പ്രൂവ്മെന്റ് എന്തായാലും സെപ്റ്റംബർ 5 നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ ഇമ്പ്രൂവ്മെന്റ് എന്തായാലും സെപ്റ്റംബർ അവസാനം വരെയും അധികം കാണില്ല. അതെന്തായാലും ഒന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് അതിൻ്റെതായ പരസ്യം, പ്രൊമോഷൻ, കറക്റ്റ് മാർക്കറ്റിംഗ് ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുന്നതാണ് നിങ്ങൾക്ക് ഗുണം. സെപ്റ്റംബറിൽ ഡിലേ ആണെങ്കിലും പക്ഷെ ഉള്ളതിൽ പ്രോഫിറ്റ് ഉണ്ടാവും. നിങ്ങൾ സെപ്റ്റംബറിൽ ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ലാഭം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കറക്റ്റ് മാർക്കറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ അവസാനം ഒരു പ്രോഫിറ്റ് കാണാൻ കഴിയും. സിംഗിൾ ആയവർക്ക് ന്യൂ പ്രപ്പോസൽ, അട്രാക്ഷൻ ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ അതെന്തായാലും സീരിയസ് ആയിരിക്കില്ല. നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആക്കുക. ഗ്യാപ്പ് വന്നാൽ എന്തായാലും നിങ്ങൾ പിരിയാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഭാര്യ ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് എന്തായാലും കുറയും. ബ്ലഡ് പ്രഷർ, മൈഗ്രെയിൻ ഇതെല്ലാം ഉള്ളവർ ശ്രദ്ധിക്കണം. യാത്ര പരമാവധി ഒഴിവാക്കുക. അതായത് ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നെ ഒരാൾ ബ്ലാക്ക് മാജിക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് എന്നെ ഒരു കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് എന്താണ്, എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഞാൻ അത് കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഞാനൊരു 21 ദിവസത്തെ ടൈം തരാം. ആ 21 ദിവസം കൊണ്ട് നിങ്ങൾ ആ കൂടോത്രം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി കാണുകയാണെങ്കിൽ, ഞാനായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നത്തിൽ വരില്ല. പക്ഷെ ഇന്ന് ചിങ്ങം 1 അടുത്ത 21 ദിവസം കഴിഞ്ഞിട്ട് ആ കൂടോത്രം അവിടെ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് ബ്ലാക്ക് മാജിക് ചെയ്യും. അതായത് തിരിച്ച് കൂടോത്രം ചെയ്യും. അതായത് നിങ്ങളെ തിരിച്ച് പണി ചെയ്യും. പിന്നെ അടുത്ത 5 വർഷം കൊണ്ട് നിങ്ങൾ എന്തായാലും നരകിച്ച് ചാവത്തേ ഉള്ളൂ. അതും കൊണ്ട് മറക്കണ്ട, 21 ദിവസം. ഞാൻ
ഞാൻ ആസ്ട്രോളജി ഒരു പ്രൊഫഷനായിട്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് ആസ്ട്രോളജി അറിയാം, ഞാൻ അറിയണ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയണത്. വെറുതെ ഞാൻ ഫ്രോഡാണ്, മറ്റേതാണ്, മറിച്ചതാണോ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് അറിയണ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയണത്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാണ്ടിരിക്കാം.